ലവ് ഹാസ് നോ ലിമിറ്റ്സ്. പ്രണയം, സ്നേഹം തുടങ്ങിയവയ്ക്കൊന്നും ഒരു പരിധി നിശ്ചയിക്കാൻ കഴിയുന്നതല്ല. അവ മനുഷ്യ മനസ്സിന്റെ ഏറ്റവും അടിത്തട്ടിൽ നിന്നും ഉണ്ടാവുന്നതാണ്. എന്നാൽ ഈ പ്രണയം ഒന്നിൽ കൂടുതൽ പേരുമായി പരസ്യമായി പങ്കിടുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പവിത്രതയൊന്നും ഈ പ്രണയം എന്ന വാക്കിന് ഉണ്ടാകില്ല. മനസ്സിൽ നിന്നും ഉണ്ടാകുന്നത് ഒരേ വികാരമാണെങ്കിലും നമ്മുടെ സമൂഹം അവ നോക്കിക്കാണുന്നത് മറ്റൊരു രീതിയിലാണ്. അതുകൊണ്ട് തന്നെ അവ തുറന്നു പറയാൻ പോലും ഒരാളും മെനക്കെടാറില്ല എന്നതാണ് സത്യം. എന്നാൽ ഇന്നത്തെ തലമുറയിൽ ഈ ചിന്താഗതിക്ക് മാറ്റം വരുന്നുണ്ട്. മനസ്സിൽ തോന്നിയത് സത്യസന്ധമായി പ്രകടിപ്പിക്കാനും തുറന്നു പറയാനും ഇന്നത്തെ തലമുറ ശ്രമിക്കുന്നുണ്ട്. അതിലവർ ഒരു പരിധിവരെ വിജയിക്കുന്നതായും കാണാം. ഒരു ബന്ധത്തിൽ പങ്കാളിയുടെ സമ്മതത്തോടെ ഒന്നിലധികം പങ്കാളികളുമായി അടുപ്പമുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കുന്ന രീതി അല്ലെങ്കിൽ അതിനുള്ള ആഗ്രഹത്തെയാണ് പോളിയാമറി എന്ന് പറയുന്നത്. സമ്പന്നമായ ഒരു സാംസ്കാരിക പൈതൃകത്തിന് പുറമെ ആഴത്തിൽ വേരൂന്നിയ മൂല്യങ്ങളും പാരമ്പര്യങ്ങളും കാത്തു സൂക്ഷിക്കുന്നവരാണ് നമ്മൾ ഇന്ത്യക്കാർ. എന്നാൽ ഏകഭാര്യത്വം, ഏകഭർത്തൃത്വം, വിശ്വസ്തത എന്നിവയിൽ നിന്നെല്ലാം ഇന്ത്യക്കാരുടെ ചിന്താഗതി മാറാൻ തുടങ്ങിയോ എന്ന സംശയം വരാം. ഇന്ത്യക്കാർക്ക് വിവാഹേതര ബന്ധത്തോടുള്ള കാഴ്ചപ്പാട് മാറുന്നതായും കാണാം. മുൻപുള്ളതുപോലെ വിവാഹേതര ബന്ധങ്ങൾ രാജ്യത്ത് നിന്ന് നിഷിദ്ധമായ ഒന്നായി കാണുന്നില്ലെന്ന് ചില സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. കാലം മാറും തോറും സമൂഹത്തിന്റെ ചിന്താഗതികളിലും മാറ്റം വരാൻ തുടങ്ങിയെന്ന് വ്യക്തം. അവിടെയാണ് ഈ പോളിയാമറി എന്ന വാക്കിന്റെ പ്രാധാന്യമുള്ളത്. പരമ്പരാഗതമായ ഒരാളുമായുള്ള ബന്ധത്തോടുള്ള വിശ്വസ്തതയ്ക്ക് വലിയ മൂല്യം നൽകിയിരുന്ന ഇന്ത്യൻ സമൂഹം ഇന്ന് കൂടുതൽ പുരോഗമനപരമായ രീതിയിലേക്ക് മാറി ചിന്തിക്കാൻ തുടങ്ങി. ദമ്പതികൾ തങ്ങളുടെ പങ്കാളിയല്ലാത്ത വ്യക്തികളുമായി ബന്ധം സ്ഥാപിക്കാൻ സാധിക്കുന്ന രീതിയെക്കുറിച്ച് തുറന്ന് സംസാരിക്കാൻ തുടങ്ങി. കൂടുതൽ വിദ്യാസമ്പന്നരും വ്യത്യസ്ത സംസ്കാരങ്ങളുമായി സമ്പർക്കം പുലർത്തുന്നവരുമായ യുവതലമുറയാണ് ഇതിന് തുടക്കം കുറിച്ചിരിക്കുന്നതെന്നും കാണാം. ഒരു റിലേഷൻഷിപ്പ് തുടങ്ങുന്നതിന് മുൻപേ അവരാഗ്രഹിക്കുന്നത് ഒരു ഓപ്പൺ റിലേഷൻഷിപ്പ് ആണെന്ന് തുറന്നു പറയാനും ഇന്നത്തെ തലമുറയ്ക്ക് മടിയില്ല എന്നത് സത്യസന്ധമായ കാര്യമാണ്. ഇന്ത്യയിലെ വിവാഹങ്ങൾ, വിശ്വാസം, മറ്റ് പരമ്പരാഗത സാമൂഹിക സാംസ്കാരിക മാനദണ്ഡങ്ങൾ എന്നിവയെക്കുറിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ധാരണ മനസ്സിലാക്കാൻ വേണ്ടി ഗ്ലീഡൻ എന്ന ഡേറ്റിംഗ് ആപ്പ് സമഗ്രമായ ഒരു പഠനം നടത്തിയിരുന്നു. ആ പഠനപ്രകാരം പല രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് കടന്നു വന്നത്. ഒരു വ്യക്തിയുടെ കൂടെ ജീവിതകാലം മുഴുവൻ സത്യസന്ധമായിരിക്കാൻ സാധിക്കുമെന്ന് 82% പേരാണ് പറഞ്ഞത്. അതേസമയം 44% പേർ ഒരേ സമയം 2 ആളുകളുമായി പ്രണയത്തിലാകുന്നത് സാധാരണ രീതിയോ അവ പ്രായോഗികമാണെന്നോ എന്ന അഭിപ്രായമാണ് മുന്നോട്ട് വെച്ചത്. 55% പേരും തങ്ങളുടെ പങ്കാളിക്ക് പുറമെ മറ്റൊരാളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണെന്നും വ്യക്തമാക്കി. എന്നാൽ 37% പേരുടെ അഭിപ്രായ പ്രകാരം ഒരാളെ സ്നേഹിച്ചുകൊണ്ട് തന്നെ വഞ്ചിക്കാനും കഴിയുമെന്നത് വ്യക്തമാണ്. ഈ സർവേ പ്രകാരം ബന്ധങ്ങളുടെയും വിവാഹത്തിന്റെയും കാര്യത്തിൽ ഇന്ത്യൻ സമൂഹം മാറി ചിന്തിക്കുന്നത് അവിശ്വസനീയമായൊരു കൗതുകകരമായ കാര്യമാണെന്ന് ഗ്ലീഡൻ കൺട്രി മാനേജർ സിബിൽ ഷിഡിലും അഭിപ്രായപ്പെടുന്നുണ്ട്. ആളുകൾക്ക് അവരുടെ ഇഷ്ടത്തിന് യോജിച്ച ആളെ കണ്ടെത്താൻ സുരക്ഷിതമായ അന്തരീക്ഷം ഇത് പ്രദാനം ചെയ്യുന്നു എന്നതിന്റെ തെളിവാണ് ഞങ്ങളുടെ പ്ലാറ്റ്ഫോം ഇന്ത്യയിൽ കൂടുതൽ വികസിക്കുന്നതിന് കാരണമെന്നും അദ്ദേഹം പറഞ്ഞു. നിരവധി ആളുകൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ, ഇത്തരം പരമ്പരാഗത മാനദണ്ഡങ്ങളെ എല്ലാം മാറ്റി നിർത്തി ബന്ധങ്ങളിൽ സന്തുഷ്ടരായിരിക്കാൻ വേണ്ട ആവശ്യങ്ങൾ തുറന്ന് ആവശ്യപ്പെടാനും തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ ആദ്യം സൂചിപ്പിച്ച പോളിയാമറസ് എന്ന വാക്ക് വീണ്ടും ശ്രദ്ധിക്കേണ്ടത്. പോളിയാമറസ് ബന്ധം എന്നറിയപ്പെടുന്ന ഒരു പുതിയ തരത്തിലുള്ള പങ്കാളിത്തത്തിന്റെ ജനപ്രീതി വർദ്ധിക്കുന്നതിന്റെ ഒരു സാഹചര്യമാണ് ഇവിടെ പ്രകടമാകുന്നത്. യുവജനങ്ങളും മെട്രോപൊളിറ്റൻ ജനതയും ഈ ആശയം അവരുടെ വ്യക്തി ജീവിതത്തിലേക്ക് സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും വിവാഹേതര ബന്ധങ്ങൾ ഇപ്പോഴും പാപമായി കാണുന്നവരാണ് ഗ്രാമപ്രദേശങ്ങളിലുള്ളവരും സമൂഹത്തിന്റെ മറ്റു ഭാഗങ്ങളിലുള്ളവരും. ഭോപ്പാൽ, ഗുരുഗ്രാം, വഡോദര, നവി മുംബൈ, കൊച്ചി, താനെ, ഡെറാഡൂൺ, പട്ന, നാസിക്, ഗുവാഹത്തി എന്നിവിടങ്ങളിൽ നിന്നുള്ള ആളുകളാണ് കൂടുതലായി ഗ്ലീഡൻ ആപ്പിന്റെ ഈ സർവേയിൽ പങ്കെടുത്തത്. ചുരുക്കി പറഞ്ഞാൽ ഒന്നിലധികം ആളുകളെ സത്യസന്ധമായി തന്നെ സ്നേഹിക്കുന്നതിനെയാണ് പോളിയാമറി എന്ന് പറയുന്നത്. ഏകഭാര്യത്വം പോലുള്ള സാമൂഹിക മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിന് പകരം ഒരാൾക്ക് തെരഞ്ഞെടുക്കാൻ കഴിയുന്ന പങ്കാളികളുടെ എണ്ണം സംബന്ധിച്ച കൃത്യമായൊരു കണക്കൊന്നും പോളിയാമറിയിൽ എവിടെയും പറയുന്നില്ല. ബഹുസ്വരത പുലർത്തുക എന്നതിനർത്ഥം ഒരേ സമയം ഒന്നിലധികം ആളുകളുമായി തുറന്ന അടുപ്പമോ പ്രണയബന്ധമോ പുലർത്തുക എന്നത് തന്നെയാണ്. ബഹുസ്വരത പുലർത്തുന്ന ആളുകൾക്ക് ഏത് ലൈംഗിക ആഭിമുഖ്യം ഉണ്ടാവുകയും ചെയ്യാം. അതായത് ഈ പോളിയാമറിയിൽ ഉൾപ്പെടുന്ന മനുഷ്യർ വ്യത്യസ്ത ലൈംഗിക ആഭിമുഖ്യമുള്ള വ്യക്തികളാവാം.